ഹലോ ഗൈസ്, ഇതിപ്പോൾ നമ്മുടെ ബബ്ബു ബെമിൻ്റെ ബർത്ത്ഡേ അന്നത്തെ വീഡിയോ കേട്ടോ. ഇത് ഫെബ്രുവരി 5-നായിരുന്നു. ഞാൻ പക്ഷേ വീഡിയോസൊക്കെ എടുത്ത് വെച്ച് എഡിറ്റിങ്ങിനൊക്കെ ഭയങ്കരമായിട്ട് ലേറ്റായി, അതാ ഇടാനായിട്ട് ലേറ്റായത്. അപ്പോൾ രാവിലെ ഞങ്ങളിങ്ങനെ എണീറ്റ് വെറുതെ വെളിയിലൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ലാലുവും മാളും കൂടെ വെളിയിലോട്ട് പോയേക്കുക. അപ്പോൾ അവർ പോയതിൻ്റെ സങ്കടത്തിലാണ് ഇവനിങ്ങനെ കൈയൊക്കെ നീട്ടി ഇരിക്കുന്നത്. എൻ്റെ ഇടയ്ക്ക് ഇവന് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടേ ഉള്ളൂ, പക്ഷേ ആശാൻ ഇങ്ങനെ ഒരു ഉറക്കച്ചടപ്പിലൊക്കെ ഇരിക്കാം. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ബർത്ത്ഡേ അല്ലേ, അപ്പം ബിരിയാണിയൊക്കെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുക്കളയിലൊക്കെ കയറി ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മളെ ബേബിയുടെ ബർത്ത്ഡേക്ക് നമ്മളങ്ങനെ വലിയ സെലിബ്രേഷൻ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ നോർമലായിട്ടുള്ളൊരു ദിവസം പോലെ തന്നെയായിരുന്നു. ഇടയ്ക്ക് ഞാൻ അടുക്കളയിൽ നിന്ന് നോക്കിയപ്പോൾ ഇവൻ ഇങ്ങനെ തറയിലൊക്കെ കിടന്ന് ഉരുളുന്നുണ്ടായിരുന്നു. പിന്നെ ഉമ്മ അവനെ എടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി നിർത്തിയിട്ട് അവനങ്ങനെ അടങ്ങിയൊന്നും നിൽക്കുന്നുണ്ടായിരുന്നില്ല. അവനിങ്ങനെ ജനലിലോ അവിടെ ഇവിടെയൊക്കെ കയറി ആകെ ബഹളമൊക്കെ വെച്ച് അങ്ങനെ ഒരു ഓളത്തിൽ നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ അടുക്കളയിൽ തിരിച്ച് വന്നപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് ചിക്കനൊക്കെ വറുക്കാനുണ്ടായിരുന്നു, അതൊക്കെ വറുത്ത് റെഡിയാക്കി. ഞാനങ്ങനെ കുക്കിംഗ് വലിയ എക്സ്പേർട്ടൊന്നും അല്ല, എന്നാലും ബബ്ബുവിൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് തന്നെ കുക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹത്താൽ കുക്ക് ചെയ്തതാണ്. പിന്നെ ഇക്കടെ വീട്ടിൽ നിന്നൊക്കെ വന്നു, പിന്നെ നമ്മളൊക്കെ ഫുഡൊക്കെ കുറച്ച് കഴിച്ചു. പിന്നെ ഈവനിങ് ആയപ്പം ദൈവം ഇങ്ങനെ ഇവൻ്റെ കസേര ഇരുന്ന് ഇങ്ങനെ ആടിയൊക്കെ കുറച്ച് നേരം ഇരുന്ന് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു. കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ബർത്ത്ഡേയുടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കേക്ക് കട്ടിങ് സെറിമണി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ഫോട്ടോസൊക്കെ എടുത്ത് മെമ്മറി കീപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് മേടിച്ചതാണ്. അതിൻ്റെ ഇടയിൽ നിന്ന് ആ കേക്കിൽ നിന്ന് കുറച്ച് അവൻ തന്നെ തോണ്ടിയെടുത്ത് വായിലൊക്കെ വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്ക് കണ്ടപ്പം ആകെ അവൻ റെസ്റ്റ്ലെസ്സായി, ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ആകെ വെപ്രാവൊക്കെ പിടിച്ച് ആകെ ബോറാക്കി കേട്ടോ. കുറേ നേരം നമ്മൾ കളിപ്പിക്കാൻ നോക്കി, ഒന്ന് കൂളാക്കാൻ നോക്കി സാറ്, പക്ഷേ ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവനാകെ നിർബന്ധവും ബഹളവും കരഞ്ഞ് പിഴിഞ്ഞൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു കേട്ടോ. എൻ്റെ ലാസ്റ്റ് വീഡിയോ കാണിക്കാം. പിന്നെ ഈവനിങ് അല്ല നൈറ്റൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ കസിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു വണ്ടി വന്നിട്ട്. അപ്പം കസിൻ്റെ കുട്ടിയായത്. ഇവനും അതായത് എൻ്റെ മോനും കസിൻ്റെ കുട്ടിയും തമ്മിൽ ആകെ 10 days ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ ഇവർ നല്ല കൂട്ടാണ്. കണ്ടില്ലേ, ഈ ഗിഫ്റ്റിൻ്റെ കാർട്ടൂണിൻ്റെ ഉള്ളിൽ കയറി രണ്ടാളും കൂടെ തല കുത്തി മറിച്ചിലും ബഹളമൊന്നും പറയണ്ട. നൈറ്റ് ഫുള്ള് ബഹളമായിരുന്നു, ഒരു പോന്നോരെ ബഹളമായിരുന്നു. പിന്നെ അതേ വണ്ടിക്കകത്തൊക്കെ കയറിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ രണ്ടുപേരും കൂടെ ഒന്ന് കറങ്ങുമൊക്കെ ആയിരുന്നു വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നിട്ട്. പക്ഷേ ബബ്ബു ഇങ്ങനെ ആകെ അന്തം വിട്ടിരിക്കാം. മറ്റേ അവളാണെങ്കിൽ കൈയൊക്കെ കാണിക്കുന്നുണ്ട്, ഹായ് ബൈയൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ബബ്ബുവിനൊരു ചെറിയ പണി കിട്ടി. ബബ്ബു ഒന്ന് അവൻ്റെ പുതിയ വണ്ടിയിൽ നിന്നൊക്കെ വീണ് മുഖം ഒന്ന് ഇടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ചൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അവിടെ. പക്ഷെ എന്നാലും അവൻ്റെ പേടിയും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ആക്റ്റീവായി. പിന്നെ അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഓടാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാപ്പ അവനെ പിടിച്ച് കസേരയിലൊക്കെ ഇട്ടൊന്ന് ആട്ടിയൊക്കെ കൊടുത്ത് സമാധാനിപ്പിക്കാൻ നോക്കി. കുറച്ച് നേരമൊക്കെ ഒന്ന് അടങ്ങിയൊക്കെ ഇരിക്കും. അത് കഴിയുമ്പോൾ അവൻ പിന്നെയും റെസ്റ്റ്ലെസ് ആയിട്ട് ഓടും. പിന്നെ ഇക്ക നൈറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിച്ചുകൊണ്ട് ഇടയ്ക്ക് ബബ്ബു ഇങ്ങനെ പറഞ്ഞിട്ട് അബ്ബ എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ പുതിയ ഡ്രസ്സ് അവൻ്റെ കൈ ഇരിക്കുന്നത്, അപ്പോൾ അതൊക്കെ വെച്ച് അവൻ ഇങ്ങനെ കളിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. ഇനിയിപ്പം നേരത്തെ നമ്മൾ എടുത്ത വീഡിയോ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫൈനൽ കാണിച്ചു തരാം. ഇങ്ങനെ ആയിരുന്നു ലാസ്റ്റ് ഒന്ന് ഹാപ്പി മോഡായപ്പോൾ നമ്മൾ കിട്ടിയ കുറച്ച് ക്ലിപ്സൊക്കെ വെച്ച് ഉണ്ടാക്കിയ വീഡിയോ കേട്ടോ. അപ്പം നമ്മുടെ ബബ്ബുവിൻ്റെ ബർത്ത്ഡേയുടെ അന്നത്തെ ഒരു നോർമൽ ഡേ ആണ് ഈ കാണുന്നത്. വലിയ ഫങ്ഷൻസോ വലിയ പരിപാടികളോ ഒന്നും ഉണ്ടായിരുന്നു. ഞാൻ പൊതുവേ ഇങ്ങനെ വലിയ ഫങ്ഷൻസ് അങ്ങനത്തതൊന്നും കൂടുതൽ എൻകറേജ് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ല എൻ്റെ ലൈഫിൽ. പക്ഷേ വേറെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇവൻ വലുതായി കഴിയുമ്പോൾ മേ ബി ചോദിക്കുമല്ലോ എൻ്റെ ബർത്ത്ഡേക്ക് എന്താണ് ചെയ്തത്. അപ്പോൾ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചൊരു വീഡിയോ ആണ്.